എവിടെ പോകും, എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ വീട്ടിലെ കിണറ് മാത്രമേ എനിക്കുള്ളൂ. അവിടെ ഒരു അഭയം കാണുന്ന ഞാൻ ഇരിക്കണത് വേറെ ഒന്നും എനിക്കില്ല. കഴിഞ്ഞ 1.5 വർഷമായി ആരും തുണയില്ലാതെ ഇരുമ്പനത്തെ കപ്പക്കാട്ട് വീട്ടിൽ ഒറ്റയ്ക്കാണ് 69-കാരിയായ പ്രഭാവതി അമ്മ. 35 വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ചുപോയി. പിന്നീട് തന്റെ 2 മക്കളെ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് വളർത്തി. 2019-2020 കാലഘട്ടത്തിൽ മൂത്ത മകൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. അവിടെ തുടങ്ങുന്നു ഈ അമ്മയുടെ ദുരിതം. എൻ്റെ മോൻ ഒത്തിരി കടങ്ങൾ വന്നു. എൻ്റെ മോനൊരു ബസ്സെടുത്ത് കഞ്ചാവ് വെച്ച് പിള്ളേർ കൂട്ടുകാരന്മാർ ചതിച്ചു. അവിടെ തുടങ്ങി എനിക്ക് കടം തുടങ്ങിയിട്ട് പിള്ളക്കും ഭ്രാന്ത് പിടിച്ചോണായി. 10-15 എൻ്റെ പൊന്നമ്മക്കുണ്ടായി. അതൊക്കെ എംആക്സിഡൻ ചെയ്തപ്പോൾ എക്കവറയിൽ ഊരി കൊടുത്തു. അതൊക്കെ എന്താ ചെയ്തെന്ന് വന്ന് അമ്മക്കറിയില്ല. ഇപ്പം ചുരുക്കാൻ പറഞ്ഞാൽ നമുക്ക് വെള്ളവുമില്ല, മരുന്നുമില്ല, ഭക്ഷണവും ഇല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കണം. കുറച്ചു പണം ബാങ്കിൽ തിരിച്ചടച്ചു. എന്നാൽ പിന്നീട് തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്ക് പലതവണ മുന്നറിയിപ്പ് നൽകി. പിന്നീട് നടപടിയിലേക്ക് കടന്നു. കഴിഞ്ഞ ദിവസം വീട് സീൽ ചെയ്തു. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ വീട് ഒഴിഞ്ഞു കൊടുക്കണം. പക്ഷേ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത ഈ പാവത്തിന് എവിടെ പോകണമെന്നറിയില്ല. കുടിക്കാൻ വെള്ളവും ഭക്ഷണവും അയൽവക്കത്തുള്ളവർ നൽകും. പക്ഷേ എത്ര നാൾ ഇങ്ങനെ ജീവിക്കും? പോറ്റി വളർത്തിയവർ പോലും ഒറ്റയ്ക്കാക്കിയല്ല എന്നാണ് പ്രഭാവതി അമ്മയുടെ വേദന. നാളെ എവിടെ പോകുമെന്നും അറിയില്ല. ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രഭാവതി അമ്മയ്ക്ക് ഒരു ബാങ്ക് ഡീറ്റെയിൽസും ഇല്ല, ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ല അവർക്ക്. അപ്പോൾ ഇവരെ നമുക്ക് സഹായിക്കണമെന്ന് തീരുമാനിച്ചാലും ജനങ്ങളുടെ കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് കൊടുക്കാനായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ല. എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. ശരിക്കും നാളെ ഇവരുടെ വീട് ജപ്തിയാവുകയാണ്. ഈ അമ്മയുടെ കണ്ണീരിന് എന്തെങ്കിലും ഒരു അവസാനം നമുക്ക് കണ്ടുപിടിക്കണം. കാര്യം ചെറിയ രീതിയിലുള്ള തുകകൾ സംഭരിച്ചാൽ പോലും നമുക്കൊരു വലിയ തുകയാക്കി മാറ്റി ഈ അമ്മയുടെ ഈ ഭാരിച്ച ബാധ്യത, അമ്മയുടെ ദൃഷ്ടിയിൽ അത് വലിയ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റണം. പക്ഷേ ഈ മകനോട് എനിക്ക് പറയാനുള്ളത്, ഈ മകൻ എവിടെയെങ്കിലും ഇരുന്ന് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ മകൻ മടങ്ങി വരിക, അമ്മയുടെ ബാധ്യതകൾ നിങ്ങൾ അടയ്ക്കുക. കാരണം എന്താണെന്നറിയാമല്ലോ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ ഈശ്വരകോപമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ അമ്മയുടെ ഉള്ളു പൊള്ളുകയാണ്. അപ്പോൾ ഈ ഉള്ളു പൊള്ളുന്നത് ഒരുപക്ഷെ നിങ്ങളെ വരാതെ പിന്തുടരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമയത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതിലും വലിയ അപകടം ഉണ്ടായെന്ന് വരും. അന്ന് എൻ്റെ അമ്മയോട് ഞാൻ ചെയ്ത് ചതിയായി പോയല്ലോ എന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ല, അന്ന് പശ്ചാത്താപം വന്നതുകൊണ്ടും കാര്യമില്ല. അപ്പോഴേക്കും നേരം വൈകും.